ഹേയ്, ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hello everyone, welcome to the third session of the chapter Organization of Data. Myself Roshna, your economics faculty. അപ്പോൾ ലാസ്റ്റ് 2 ക്ലാസ്സസിലായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നു അല്ലേ. നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ തേർഡ് ചാപ്റ്റർ എത്തി. ഇപ്പോൾ തേർഡ് ചാപ്റ്ററിൽ ഇതൊരു 3ാമത്തെ സെഷനാണ്. അപ്പോൾ ലാസ്റ്റ് 2 സെഷൻസിൽ എന്തൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? ബിക്കോസ് സെയിം ടേംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഈ എക്കണോമിക്സിൽ കംപ്ലീറ്റ്ലി, സ്റ്റാറ്റിസ്റ്റിക്സിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഈ പറയുന്ന ടേംസ് നമുക്ക് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഡാറ്റ എന്താണെന്നായിരുന്നു അല്ലേ. ഡാറ്റ മീൻസ് റോ ഡാറ്റ. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ അൺക്ലാസിഫൈഡ് ഡാറ്റ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതെങ്ങനെയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോ ഡാറ്റ അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ പേർപ്പസിനല്ലേ. നമുക്ക് അതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതിനൊക്കെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തത്. അപ്പോൾ ഈ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ റോ ഫോമിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പേർപ്പസ് സെർവ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് പേർപ്പസ് സെർവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യണം അല്ലേ. ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന പല സ്റ്റെപ്സാണ് നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇങ്ങനെ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഈ ഡാറ്റ റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിഫൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള ഡാറ്റയെ നമുക്ക് റോ ഡാറ്റ എന്ന് പറയാം അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഈ ഡാറ്റ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പോൾ 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്ത്? ടൈമിൻ്റെ ബേസിൽ. അപ്പം നമ്മൾ അതിനൊരു പേര് വിളിച്ചു ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ ബേസിലാണ്. ഡിസ്ട്രിക്റ്റ് വൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ നമുക്ക് ഓരോ കൺട്രി വൈസ് ഒക്കെ നമുക്ക് ഡാറ്റ കാണിക്കാം അല്ലേ. ഈ കൺട്രിയിൽ ഇത്രയാണ് പ്രൊഡക്ഷൻ എന്നൊക്കെ വന്നിട്ട് നമുക്ക് ഡാറ്റ കാണിക്കാം. അത് നമ്മളൊരു പേര് പറഞ്ഞു, സ്പേറ്റിയൽ ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞ് വേറെ 2 ക്ലാസിഫിക്കേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പർ ബേസ്ഡ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇനി ക്വാളിറ്റേറ്റീവ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? നമ്മൾക്ക് ഒരു ആട്രിബ്യൂട്ടിൻ്റെ അത് പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് മാത്രം നമ്മൾ ക്വാളിറ്റേറ്റീവിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരാൾ മെയിലാണോ ഫീമെയിലാണോ, ഇപ്പം അറിയോ മെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യെസ് ഓർ നോ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, അവിടെ നമ്പറിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് പ്രസൻ്റ് ആണോ അല്ലയോ, യെസ് ഓർ നോ എന്നുള്ള ആട്രിബ്യൂട്ടിൽ നമ്മൾ കാണിക്കുമ്പോൾ അതിനെ പറഞ്ഞത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു ടേം പഠിച്ചായിരുന്നു, വേരിയബിൾ എന്ന് പറഞ്ഞിട്ടല്ലേ. വേരിയബിൾ, ഈ ടേം നമുക്ക് ഈ സെഷനിൽ ആവശ്യമുണ്ട്. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ വാല്യൂ കീപ്പ് ഓൺ ചേഞ്ചിങ് ആണെങ്കിൽ നമുക്ക് അതിന് വേരിയബിൾ എന്ന് പറയും. വേരിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു എലമെൻറ്റ് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക, അതിന് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളതിനെ വേരിയബിൾ എന്ന് പറയും. ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കണ്ടിന്യൂസ് വേരിയബിൾ അല്ലേ. പിന്നെന്താ പറഞ്ഞത്? ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ അതിനൊരു വാല്യൂ എടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിളിന് എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. കണ്ടിന്യൂസ്ലി എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 1 കഴിഞ്ഞാൽ 2 ആണ് അടുത്ത വാല്യൂ വരുന്നത് അല്ലേ. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വാല്യൂസ് വരുന്നുണ്ടോ? 1ൻ്റെയും 2ൻ്റെ ഇടയിൽ ഹാഫ് വരും അല്ലേ, അല്ലെങ്കിൽ 1.1 വരാം, 1.2 വരാം. അപ്പോൾ കണ്ടിന്യൂസ്ലി എന്ന് പറയുമ്പോൾ അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റണം. 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരുന്ന വാല്യൂം കൂടി നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന് എന്ത് വാല്യൂ വേണമെങ്കിലും എടുക്കാം.
ഫ്രാക്ഷൻസ് എടുക്കാം, ഡെസിമൽസ് എടുക്കാം, ഹോൾ നമ്പേഴ്സ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പോയിന്റിൽ പറയാം അല്ലെ. വെയിറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 60 kg അല്ലെങ്കിൽ 60.5 എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ പോയിന്റ് വാല്യൂ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിൽ ഹോൾ നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 ആ നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഡാറ്റയെ നമുക്ക് എന്ത് പറയാം, ഡിസ്ക്രീറ്റ് വേരിയബിൾ. അങ്ങനെയുള്ള ഡാറ്റ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് വേരിയബിൾ ത്രൂ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എത്ര സ്കോർ എടുത്തു ക്രിക്കറ്റിൽ, അപ്പം നമുക്ക് പോയിന്റിലൊന്നും പറയണ്ട അല്ലെ, നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഡാറ്റ നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഫ്രീക്വൻസി എന്തായിരുന്നു, എന്തെങ്കിലും ഒരു വേരിയബിൾ എത്ര തവണ ഒക്കർ ചെയ്യുന്നു, ഹൗ റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് ദ വേരിയബിൾ ഒക്കേഴ്സ്. നമ്മൾ വേരിയബിൾ എന്താണെന്ന് പഠിച്ചു അല്ലേ, ആ വേരിയബിൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അതിന് നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഒരു ടേം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ, എന്തായാലും പേരിലും ഫ്രീക്വൻസി ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസിയുടെ കൂടെ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ. ഒരു ക്ലാസ് എന്താണ്, അപ്പം നമ്മുടെ വേരിയബിൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 മുതൽ 50 വരെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ 1 to 10, 10 to 20, 20 to 30 എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പാക്കി മാറ്റാമല്ലോ. അപ്പം അങ്ങനെ ഗ്രൂപ്പാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ക്ലാസ്സും അതിൻ്റെ ഫ്രീക്വൻസിയും 1 to 20 വരെ എത്ര പേർക്ക്, അല്ലെങ്കിൽ 1 to 10 വരെ എത്ര പേർക്ക് മാർക്ക് കിട്ടി, 1 to 10 ഇടയിൽ നമ്പേഴ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, ഇതാണ് ക്ലാസും ഫ്രീക്വൻസി. അപ്പോൾ ക്ലാസും ഫ്രീക്വൻസിയും ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ക്ലാസിൻ്റെ ലിമിറ്റ് അല്ലേ, അപ്പർ ലിമിറ്റ് ഉണ്ട്, ലോവർ ലിമിറ്റ് ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ലിമിറ്റ്സ് നമുക്ക് വരുന്നുണ്ട്, അപ്പർ ആൻഡ് ലോവർ. ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നമ്പർ ദിസ് ടു ദിസ് എന്ന് പറയുന്നതാണ് നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഇതിന് അപ്പർ ലോവർ ഉണ്ടാവുമല്ലോ. ദിസ് ടു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് എന്തായിരിക്കും, ലോവർ ലിമിറ്റ് ആയിരിക്കും. ടു ദിസ് എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് ആയിരിക്കും, ലാസ്റ്റ് നമ്പർ. ഇപ്പോൾ ഒരു ക്ലാസ് 1 to 10 ആണെങ്കിൽ ലോവർ ലിമിറ്റ് എത്രയാണ്, 1 ആണ്. അപ്പർ ലിമിറ്റ് എത്രയാണ്, 10 ആണ്. ഇതിനാണ് നമ്മൾ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ ക്ലാസിന്റെ വിഡ്ത്ത് എന്ന് പറയും. ഇപ്പം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതിയാണല്ലോ. അപ്പോൾ ഈ ക്ലാസിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1 to 10 അതാണ് അതിന്റെ വിഡ്ത്ത്. അപ്പോൾ 1നും 10ന്റെ ഇടയിലെ ഡിഫറൻസ്, അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ക്ലാസ് വിഡ്ത്ത്. മീൻസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ എന്ത് പറഞ്ഞു, ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞു. ഇതുമാതിരി ഒരു അപ്പർ ആൻഡ് ലോവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് വേറൊരു ടേമും കൂടി ഉണ്ടായിരുന്നു, അതിന് പേര് റേഞ്ച് എന്നാണ് അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പറും ലോവർ തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. അപ്പറും ലോവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ തന്നെ അപ്പറും ലോവർ തമ്മിലുള്ള ഡിഫറൻസിന് വേറൊരു ടേം കൂടിയുണ്ട്, റേഞ്ച്. പക്ഷെ ഇതിൽ ക്ലാസിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് അല്ല പറയുന്നത്, വേരിയബിളിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ആണ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 1 മുതൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കുറേ മാർക്ക് ഇരിപ്പുണ്ട്, അപ് ടു 50 വരെ മാർക്ക് ഇരിപ്പുണ്ട്. ഇപ്പം നമ്മുടെ വേരിയബിൾ ആണ് അല്ലേ. ഇപ്പോൾ വേരിയബിൾ നമുക്ക് എന്ത് മുതൽ എന്ത് വരെ ഉണ്ട്, 1 മുതൽ 50 വരെയുള്ള വേരിയബിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ക്ലാസ് ആക്കി മാറ്റും, നമുക്ക് എങ്ങനെ മാറ്റാം, 1 to 10, 10 to 20, 20 to 30, ഇങ്ങനെ നമുക്ക് 50 വരെ, 30 to 40, 40 to 50, ഇത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റനെ നമുക്ക് ക്ലാസ് ആക്കി മാറ്റാം. ഈ ക്ലാസ് ഇതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഇതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ പറഞ്ഞ പേരായിരുന്നു ക്ലാസ് വിഡ്ത്ത് എന്നല്ലേ. വേരിയബിളിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 to 50 ആണ്. അപ്പോൾ ഈ ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാം, റേഞ്ച് എന്ന് പറയാം. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ. ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് നമ്മുടെ വാരിയബിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തതിൽ ഒരു ക്ലാസ് മാത്രം എടുത്ത് അതിന് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവൽ എന്ന് പറയാം. കംപ്ലീറ്റ് വേരിയബിളിനെ നമ്മൾ എടുത്ത് അതിൻ്റെ അപ്പർ ആൻഡ് ലോവറിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റേഞ്ച് എന്ന് പറയാം. ഇതൊക്കെ പിന്നെ റിപ്പീറ്റ് പറയുന്നത് നമുക്ക് ഈ ക്ലാസ്സസിലൊക്കെ ഈ ടേംസ് ആവശ്യമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പം ഇതിൻ്റെ ഇനി നെക്സ്റ്റ് ഒന്നും കൂടി ഉണ്ടായിരുന്നു, ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്തായിരുന്നു,
അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇപ്പം ഇതിലെന്ന് പറഞ്ഞാൽ 1 + 10 അല്ലെങ്കിൽ 0 ആണ് വരെ ഇവിടെ. 0 + 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 5. അപ്പം അതിൻ്റെ മിഡിൽ പോയിന്റ്, അതിനാണ് നമ്മൾ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നാലും ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി വേണമെങ്കിൽ റിപ്പീറ്റ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് കാണുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇതേ ടേംസ് നമുക്കിവിടെ പിന്നെയും പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നത്തതിൽ പഠിക്കാനുള്ളത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ്. ഫ്രീക്വൻസി എന്താണെന്ന് പഠിച്ചു, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം അല്ലേ, കുറച്ച് ക്ലാസ് എഴുതാം, അതിന് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായി. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 5 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത്, ഷുഡ് വി ഹാവ് എൻ ഈക്വൽ ഓർ അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ. ക്ലാസ് ഇൻ്റർവൽ എന്തായിരുന്നു? അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് എ ക്ലാസ്. അതിൻ്റെ ഡിഫറൻസിന് നമ്മൾ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞു. അപ്പം അൺഈക്വൽ ആണോ ഈക്വൽ ആണോ നമ്മുടെ ക്ലാസ് ഇൻ്റർവലിൻ്റെ സൈസ് വരേണ്ടത്? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഈക്വൽ ആൻഡ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, നമ്മുടെ ഈക്വൽ ഇൻ്റർവൽ വേണോ അൺഈക്വൽ ഇൻ്റർവൽ വേണോ? എന്തിനകത്ത്? ക്ലാസ് ഇൻ്റർവലിനകത്ത്. അപ്പോൾ ക്ലാസ് ഇൻ്റർവലിൻ്റെ സൈസ് നമ്മൾ എടുക്കുമ്പം എന്ത് കാര്യം ശ്രദ്ധിക്കണം? അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് വി ഹാവ്? നമുക്ക് എത്ര ക്ലാസ്സസ് വേണം? ഇപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ക്ലാസ്സസ് വേണം? നമ്മൾ ഇവിടെ എടുത്തില്ലേ ക്ലാസ്സസ്? എത്ര എണ്ണം എടുത്തു? 1 2 3 4 5 അല്ലേ? നമ്മുടെ ഡാറ്റ നമ്മൾ വേരിയബിൾ നമുക്ക് 1 to 50 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? 5 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് ഡാറ്റ ഒക്കെ വരും. അപ്പോൾ ഇത് എത്ര ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം? ഇതിന് വേണമെങ്കിൽ നമുക്ക് 2 ക്ലാസ് ആയി ഡിവൈഡ് ചെയ്യാമല്ലോ അല്ലേ? ഇപ്പം നമുക്ക് 5 ക്ലാസ് ആയി ഡിവൈഡ് ചെയ്തു. ഇതിന് നമുക്ക് വേണമെങ്കിൽ 0 to 25, 25 to 50 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തൂടെ? 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര ക്ലാസ്സസ് നമുക്ക് വേണം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ക്ലാസ്? സൈസ് എന്തായിരുന്നു? ക്ലാസ് ഇൻ്റർവൽ. അപ്പം നമ്മൾ എത്ര ആയിരിക്കണം ഓരോ ക്ലാസ്സിനും സൈസ്? ഇവിടെ ഒന്നാമത്തിൽ നമ്മുടെ സൈസ് എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു അല്ലേ? 0 to 10, 10 to 20 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ സൈസ് നമുക്ക് 10 ആയിരുന്നു. രണ്ടാമത് നമ്മൾ 0 to 25 എടുത്തപ്പോൾ ക്ലാസ് സൈസ് എത്രയായി മാറി? 25 ആയി മാറി. അപ്പം നമുക്ക് എങ്ങനെ ക്ലാസ് സൈസ് വേണമെങ്കിലും എടുക്കാം. അപ്പം എന്തായിരിക്കണം ഒരു ഐഡിയൽ ക്ലാസ് സൈസ്? നമ്മുടെ അനാലിസിസ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ക്ലാസ് സൈസ് എത്ര ആയിരിക്കണം? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് വി ഡിറ്റർമിൻ ദ ക്ലാസ് ലിമിറ്റ്? ക്ലാസ് ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. അപ്പം അപ്പർ ലിമിറ്റ് എന്തായിരിക്കണം, ലോവർ ലിമിറ്റ് എന്തായിരിക്കണം എന്ന് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യണം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഹൗ ഷുഡ് വി ഗെറ്റ് ദ ഫ്രീക്വൻസി ഫോർ ഈച്ച് ക്ലാസ്? ഇനി ഈ ക്ലാസ്സസിൻ്റെ ഒക്കെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കുറച്ച് ഡാറ്റ ആയ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഈസിലി. അത് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? എത്ര നമ്പർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് മാനുവലി ഒക്കെ കൗണ്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? അത്ര ഉണ്ട് നമ്മൾ ഓർത്ത് വെച്ച് എഴുതിയെടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറേ ഡാറ്റ വരുമ്പം നമുക്ക് എഫക്റ്റീവ്ലി എങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് നോക്കാം. എന്തായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് വേണം? ഈക്വൽ ആണോ അൺഈക്വൽ ആണോ വേണ്ടത്? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഈക്വൽ ആണോ അൺഈക്വൽ ആണോ വേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്താണ് ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ, എന്താണ് അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ നമുക്കറിയണ്ടേ? ഇപ്പം ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ഇൻ്റർവൽ എന്തായിരുന്നു? ഡിഫറൻസ് അല്ലേ? ഡിഫറൻസ് നമുക്ക് ഇതിലൊന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെങ്ങനെ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പം 19 മൈനസ് 10 എത്ര നമ്മുടെ ലിമിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇൻ്റർവൽ വരുന്ന 9, അല്ലെങ്കിൽ സൈസ് വരുന്ന 9. ഇവിടെ നോക്കിക്കേ, 29 മൈനസ് 20 എത്ര വരുന്ന നമ്മുടെ സൈസ്? 9. അടുത്ത് നോക്കിക്കേ, 39 മൈനസ് 30 അവിടെ എത്ര വന്നു? 9 വന്നു. ഇവിടെ എത്ര വന്നു? 9 തന്നെ അല്ലേ? നെക്സ്റ്റ് 59 മൈനസ് 50 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 9. 60 മൈനസ് 69 എന്ന് പറയുമ്പോൾ 9. അപ്പം എല്ലാം സെയിം അല്ലേ വന്നിരിക്കുന്നത്? എല്ലാ ക്ലാസ്സിൻ്റെയും ക്ലാസ് ഇൻ്റർവൽ സെയിം ആണ്. ഇതിനാണ് നമ്മൾ ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ. ക്ലിയർ അല്ലേ? എല്ലാത്തിനും ഒരേ സൈസ്. അപ്പോൾ ഈക്വൽ സൈസ്ഡ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്താ വ്യത്യാസം? അടുത്തതിന് എന്താ വ്യത്യാസം? ഇവിടെ എത്ര സൈസ് വരുന്നത്? 10 മൈനസ് 0 എന്ന് പറയുമ്പോൾ 10 അല്ലേ? 30 മൈനസ് 10 എന്ന് പറയുമ്പോൾ എത്രയായി? 20 ആണ് വന്നത്. ഇവിടെ 60 മൈനസ് 30 എന്ന് പറയുമ്പം
30 ആണ് വന്നത്. നെക്സ്റ്റ് 70 - 60 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 10 വന്നു. ഇവിടെ 100 - 70 എന്ന് പറയുമ്പോൾ 30 വന്നു. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, ഈക്വൽ ആണോ ഇരിക്കുന്നത്? അല്ല അല്ലേ? അപ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെ ഈക്വൽ, എല്ലാത്തിൻ്റെയും സൈസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയും. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? എല്ലാത്തിൻ്റെയും സൈസ് സെയിം അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഈക്വൽ സൈസ്ഡ് വേണോ അൺഈക്വൽ സൈസ്ഡ് വേണോ അല്ലേ? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതെങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മളിപ്പോൾ ചെയ്തതിൽ എന്തായിരുന്നു? നമ്മൾ ഈക്വൽ സൈസ്ഡ് എടുത്തിരിക്കുന്നത് അല്ലേ? 2 ടൈപ്പ് നമ്മളെടുത്തു, രണ്ടും നമ്മൾ ഈക്വൽ സൈസ്ഡ് വെച്ചിട്ട് എടുത്തു. ഇനി ഈക്വൽ സൈസ്ഡോ അൺഈക്വൽ സൈസ്ഡോ വേണോ എന്ന് തീരുമാനിക്കുന്നത് മെയിൻലി 2 സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ there are 2 situations in which unequal intervals are used. unequal sized intervals യൂസ് ചെയ്യുന്ന 2 സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 സിറ്റുവേഷൻ അല്ലാത്ത ബാക്കി ഏത് സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ സൈസ്ഡ് യൂസ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്തത് ഈക്വൽ സൈസ്ഡ് ആണ്. മെജോറിറ്റി കേസസിൽ നമ്മൾ ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അൺഈക്വൽ സൈസ്ഡ് ഇൻ്റർവൽസ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിലുള്ള 2 സിറ്റുവേഷൻ പറയുന്നത് when we have data on income and other similar variables where the range is very high. അപ്പോൾ ഇതിലൊരു ടേം നമ്മൾ വന്നു അല്ലേ? റേഞ്ച് എന്തായിരുന്നു? നമ്മൾ മൊത്തം വേരിയബിളിൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിന് നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് റേഞ്ച് ഭയങ്കര ഹൈ ആണെങ്കിൽ നമ്മൾ അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എടുക്കണം എന്നാണ് പറഞ്ഞത്. മെയിൻലി നമുക്കത് എന്തൊക്കെ ഡാറ്റയിൽ വരും? ഇൻകം പോലുള്ള ഡാറ്റാസിലാണ് നമുക്കിത് വരുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളൊരു 10 പേരെടുത്ത് ഇൻകത്തിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തു. അപ്പോൾ 10 പേരെടുത്ത് കളക്ട് ചെയ്തപ്പോൾ ഒന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് എൻ്റെ ഇൻകം 0 ആണ്. രണ്ടാമത്തെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു CEO ആണ്, എൻ്റെ ഇൻകം 5 lakh ആണ്. ഇപ്പോൾ 2 പേരെടുത്ത് ചോദിച്ചു. മൂന്നാമത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഇൻകം 10,000 ആണ്. അടുത്ത ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഇൻകം 15,000 ആണ്. ഓക്കെ, 4 പേരെടുത്ത് നമ്മൾ ചോദിച്ചു. പിന്നെ അടുത്ത ഒരാളത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഇൻകം വരുന്നത് 7,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരാളടുത്ത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 25,000 ആണ് എനിക്കുള്ള ഇൻകം. അപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 4 5 6 6 പേരെടുത്ത് ചോദിച്ചു, 4 പേരും കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത ഒരാളത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഇൻകം 40,000 ആണ്. 7 പേരെടുത്ത് ചോദിച്ചു, അതിന് 3 പേരും കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത ആളടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഇൻകം 5,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് 1 2 3 4 5 6 7 8 8 പേരെടുത്ത് നമ്മൾ ചോദിച്ചു, ഇനി 2 പേര് കൂടി ഉണ്ട്. അപ്പോൾ ഒരാളത്ത് നമ്മൾ ചോദിച്ചു, അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഇൻകം 12,000 ആണ്. ഓക്കെ, അതിന് നെക്സ്റ്റ് ഒരാളത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയണം എൻ്റെ ഇൻകം 18,000 ആണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡാറ്റ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റയിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ റേഞ്ച് ഹൈ ആണോ നോക്കണം അല്ലേ? അപ്പോഴാണ് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ റേഞ്ച് എത്രയാണ്? ഹയസ്റ്റ് വാല്യൂ എത്ര വരുന്നത്? 5 lakh ആണ്. ലോവസ്റ്റ് വാല്യൂ എത്ര വരുന്നത്? 0 ആണ്. അപ്പം നമ്മൾ റേഞ്ച് എത്രയായി? 5 lakh - 0 എന്ന് പറയുമ്പോൾ 5 lakh ആണ് നമ്മൾ റേഞ്ച്. ഹൈ ആണ് അല്ലേ? റേഞ്ച് ഹൈ ആണ്. അപ്പോൾ റേഞ്ച് ഹൈ ആയ സമയത്ത് നമ്മൾ അൺഈക്വൽ ക്ലാസ് സൈസ് അൺഈക്വൽ ഇൻ്റർവൽസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ റേഞ്ച് ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അൺഈക്വൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈക്വൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം? 0 to 1 lakh, 1 lakh to 2 lakh, 2 lakh to 3 lakh, 3 lakh to 4 lakh, 4 lakh to 5 lakh ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 0 to 10,000, 10,000 to 20,000 എന്ന് പറഞ്ഞിട്ട് 5 lakh എത്തുന്നവരെ വലിയ ഡാറ്റ അങ്ങനെ പോവാം അല്ലേ? ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് ബെറ്റർ നമുക്ക് റേഞ്ച് ഹൈ ആയിരിക്കും അൺഈക്വൽ എടുക്കുന്നതാണെന്നാണ് പറയുന്നത്. അതിന് ഒരു റീസൺ കൂടി ഉണ്ട്. ആ റീസൺ ഒന്നും കൂടി നോക്കാം. സെക്കൻഡ്, ഇഫ് എ ലാർജർ നമ്പർ ഓഫ് വാല്യൂസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ പാർട്ട് ഓഫ് ദ റേഞ്ച്. ഇപ്പോൾ റേഞ്ച് ഹൈ ആയിരിക്കുന്ന സമയത്ത് മെയിൻലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ ഒരു ചെറിയൊരു ഏരിയയിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഇവിടെ ഇൻകം നിങ്ങൾ നോക്കിക്കേ, മെജോറിറ്റി ആൾക്കാരുടെ ഇൻകം കിടക്കുന്നത് എവിടെയാണ്? അപ് ടു 40,000 അല്ലേ? ഒരാൾക്ക് മാത്രം 5 lakh വന്നിട്ടുണ്ട്. അപ്പം മെജോറിറ്റി ഡാറ്റ കിടക്കുന്ന റേഞ്ച് എന്താണ്? 0 to 40,000 മെജോറിറ്റി ഡാറ്റാസ് കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നല്ലൊരു അനാലിസിസ് എത്തണമെങ്കിൽ നമുക്ക് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ് ആയിരിക്കും ബെറ്റർ. ബിക്കോസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്?
0 to 40,000 എന്ന് പറഞ്ഞതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഡാറ്റ ഇല്ല അല്ലേ. 40,000 to 5 lakhിൻ്റെ ഇടയിൽ 4 lakh 40,000 to 4 lakh നിങ്ങൾ എടുത്ത് നോക്കിയാൽ അവിടെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ? ഡാറ്റയെ ഇല്ല അവിടെ. അപ്പോൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ ആ വാല്യൂ നമുക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ആയി ഇട്ടിട്ട് അതിന് 0 ഇട്ട് പോയാൽ പോരെ. നമ്മൾ അവിടെ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇത്രയും ഡാറ്റ ഇല്ല അവിടെ, നമുക്ക് ഡാറ്റ ഇല്ല. അപ്പം നമ്മൾ വെറുതെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 0 0 0 ഇടുന്നതിന് പകരം അത് കംപ്ലീറ്റ്ലി നമുക്കൊരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാം, അതിനങ്ങ് 0 ഇട്ട് വിട്ടാൽ പോരെ. അപ്പം അങ്ങനെ 0 ഇട്ട് വിടുന്ന സമയത്ത് നമുക്ക് അത് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ആക്കാം. 50,000 to വേണമെങ്കിൽ 4,50,000 എന്ന് പറഞ്ഞിട്ട് ആക്കാം. അപ്പോൾ അവിടെ റേഞ്ച് എത്ര വന്നു? 4 lakhിൻ്റെ റേഞ്ച് വന്നു, 4 lakhിൻ്റെ ഇൻ്റർവൽ വന്നു അല്ലേ. പക്ഷെ അതേപോലെ നമുക്ക് എല്ലാത്തിനും 4 lakh ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്തെടുത്താൽ മതി? അൺഈക്വൽ ഇൻ്റർവൽസ് എടുത്താൽ മതി. അപ്പം എന്താ സംഭവിച്ചത്? ലാർജ് ഡാറ്റ നമുക്കൊരു ചെറിയൊരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ആണ്. അങ്ങനെയാണ് സമയത്ത് നമുക്ക് വാല്യൂസ് മിസ്സാവാതിരിക്കാൻ, ഇൻഫർമേഷൻ മിസ്സാവാതിരിക്കാൻ എന്ത് ചെയ്യാം? അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പം അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒന്നാമത്തെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. 0 to നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 20,000 ഇടയിൽ ഇഷ്ടം പോലെ ഡാറ്റ കിടപ്പുണ്ട്. അപ്പോൾ 0 to 20,000 എടുക്കാം. പിന്നെ നമുക്ക് എവിടെ എടുക്കുന്നത്? 40,000 അല്ലേ. അപ്പോൾ 20,000 to എന്ത് ചെയ്യാം, 40,000 കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം ഇതെന്താണ് ഇൻക്ലൂസീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 40,000 കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 50,000 റേഞ്ചിലേക്ക് എടുക്കാം. നല്ല 40,000 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ 50,000 മുതൽ 4,50,000 വരെ ഒരു റേഞ്ച്, ഒരു ക്ലാസ് ഇട്ട് നമുക്ക് 0 ഇട്ടാൽ പോരെ. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് 4,50,000 മുതൽ 5 lakh അല്ലെങ്കിൽ 5 lakh and 1 ഇടാം. നല്ല 5 lakh ഇൻക്ലൂഡ് ആവുള്ളൂ. അപ്പോൾ 5 lakh and 1 വരെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിനവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ 0 to 20,000 എത്ര വന്നു? 0 ഉണ്ട് ഒരെണ്ണം, 10,000 ഉണ്ട്, 15,000 ഉണ്ട്, 7,000 ഉണ്ട്, 5,000 ഉണ്ട്, 12,000 ഉണ്ട്, 18,000. 1 2 3 4 5 6 7 അതിനകത്ത് വന്നു. ഇനി അടുത്ത ക്ലാസ്സിനകത്ത് 2 എണ്ണം വന്നു അല്ലേ. ഇതിൽ 2 വന്നു, ഇതിൽ 0 വന്നു, ഇതിൽ 1 വന്നു. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും മെജോറിറ്റി ആൾക്കാരുടെയും ഇൻകം 20,000 ബിലോ ആണ്. ഇനി കുറച്ച് പേർക്കെങ്കിലും 50,000 ഇടയിലുണ്ട്. പിന്നെ വലിയ ഹൈ റേഞ്ചിൽ വരുന്ന ആകെ ഒരാളേ ഉള്ളൂ. ഈ കാര്യം നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലായി. എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലായത്? നമ്മൾ അൺഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ ഇട്ടത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലായത്. അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം 0 to 1 lakh എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് അങ്ങനെയാണല്ലേ, 0 to 1 lakh 1 lakh to 2 lakh എന്ന് പറഞ്ഞിട്ട് ഇടാം. അപ്പോൾ 0 to 1 lakhിൻ്റെ ഇടയിൽ നമുക്ക് എത്ര വന്നു? 7 വന്നു, 9 വന്നു. അപ്പോൾ ഈ 9 വന്നപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? മെജോറിറ്റി ആൾക്കാരുടെ ഇൻകം 1 lakh, അറൗണ്ട് 1 lakhിൻ്റെ ഇടയിലാണ്, 0 to 1 lakhിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് കറക്റ്റാണോ നമ്മുടെ ഇൻഫർമേഷൻ? മെജോറിറ്റി ആൾക്കാർക്കും 1 lakh വരെ എത്തുന്നില്ല അല്ലേ. നമുക്ക് എത്ര വരെ വരുന്നുള്ളൂ? 40,000 വരെ വരുന്നുള്ളൂ. അപ്പോൾ 40,000 ബിലോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഡാറ്റ ഇവിടെ എത്തിയപ്പോൾ എന്തായി? 1 lakh ബിലോ എന്നുള്ള രീതിയിലേക്ക് മാറി. വലിയ ഡിഫറൻസ് വന്നില്ലേ അവിടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത്? ലാക്ക് ഓഫ് ഇൻഫർമേഷൻ അവിടെ നമുക്ക് സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ലീഡ് ടു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓൺ മെനി വാല്യൂസ്. ചില വാല്യൂസ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാതിരിക്കും. 40,000 വരെയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കിവിടെ മിസ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സിറ്റുവേഷൻസിൽ എടുക്കേണ്ട. ഒന്നാമത്തെ റേഞ്ച് ഭയങ്കര ഹൈ ആണ്. രണ്ടാമത്തെ എന്താണ്? ഈ റേഞ്ചിൽ നമ്മുടെ മെജോറിറ്റി ഡാറ്റ കിടക്കുന്ന ഒരു പെർട്ടിക്കുലർ പോർഷനാണ്. അത് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ആവണമെന്നില്ല. നമ്മുടെ റേഞ്ചിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ചിലപ്പോൾ മിഡിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നമ്മുടെ ഡാറ്റ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എടുത്താൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇൻ സച്ച് സിറ്റുവേഷൻ ഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ് ആർ നോട്ട് സ്യൂട്ടബിൾ. ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ ആ സമയത്ത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് സ്യൂട്ടബിൾ അല്ലാത്തത്? നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലേ, സ്യൂട്ടബിൾ അല്ലെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് സ്യൂട്ടബിൾ അല്ലാത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാലോ. If the class intervals are of moderate size and equal, there would be a large number of classes. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഒരു മോഡറേറ്റ് നമ്പർ ഓഫ് റേഞ്ച് നമ്മൾ ക്ലാസ് ഇൻ്റർവൽ എടുക്കുകയാണെന്ന് വെച്ചാൽ 10,000 എന്ന് പറഞ്ഞ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ക്ലാസ്സസ് വരും അവിടെ?
0 to 10,000, 10,000 to 20,000. അപ്പോൾ 1 ലാഖിൻ്റെ ഇടയിൽ തന്നെ 10 വന്നു. 5 ലാഖ് എന്ന് പറയുമ്പം 50 ക്ലാസ്സസ് വന്നു അല്ലെ. 50 ക്ലാസ്സസ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് ഒരുപാട് ക്ലാസ്സസ് ആയിക്കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്താണ്? ക്ലാസ്സസ് നമ്മൾ മോഡറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ക്ലാസ് ഇൻ്റർവൽ ഈക്വൽ ആൻഡ് മോഡറേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാസ്സസ് വരും. ബിക്കോസ് നമ്മളെ റേഞ്ച് ഭയങ്കര ഹൈ ആണ്. അപ്പം അങ്ങനെ ഒരു റീസൺ പറഞ്ഞു. രണ്ടാമത്തത്, ഇഫ് ദ ക്ലാസ് ഇൻ്റർവൽസ് ആർ ലാർജ് വി വുഡ് ടെൻഡ് ടു സപ്രസ് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻഫർമേഷൻ സപ്രസ് ആയി പോകും. അതാണ് നമ്മൾ രണ്ടാമത്തേൽ കണ്ടത്. 0 to 1 ലാഖിൽ 9 എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അവിടെ സപ്രസ് ആയി. എന്ത് ഇൻഫർമേഷനാണ് സപ്രസ് ആയത്? ശരിക്കും മെജോറിറ്റി ആൾക്കാരുടെ ഇൻകം 40,000 ബിലോ ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ അവിടെ നമുക്ക് കിട്ടിയേയില്ല. നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയത്? മെജോറിറ്റി ആൾക്കാരുടെയും ഇൻകം 1 ലാഖിൽ കുറവാണെന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. കറക്റ്റ് ആണോ? അല്ല അല്ലേ. അപ്പം ആക്ച്വൽ ഇൻഫർമേഷൻ അവിടെ സപ്രസ് ആയി പോയി. അങ്ങനെയുള്ള ഒരു റീസൺ കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 റീസൺ കൊണ്ടാണ് നമുക്ക് റേഞ്ച് ഹൈ ആയിരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മുടെ റേഞ്ചിനകത്ത് ഒരു പോർഷനിൽ നമ്മുടെ ഡാറ്റ മുഴുവൻ ഇരിക്കുന്ന സമയത്തും നമ്മൾ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽസ് എടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്താണ്? ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ക്ലാസ്സസ് വരാം. രണ്ടാമത്തെ ഇൻഫർമേഷൻ സപ്രസ് ആയി പോവാം. അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇതെടുക്കുന്നത്. രണ്ടാമത്തെ എന്തുകൊണ്ടാണ് നമ്മളവിടെ ഈക്വൽ ക്ലാസ് ഇൻ്റർവൽ എടുക്കാത്തത്. അപ്പോൾ 2 കാര്യങ്ങളും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് വി ഹാവ്? നമുക്ക് എത്ര ക്ലാസ് വേണം? നമ്മളിവിടെ എടുത്തപ്പം നമുക്ക് എത്ര ക്ലാസ് വന്നു? ഈ സിറ്റുവേഷനിലാകുമ്പോൾ 4 ക്ലാസ് വന്നു. അടുത്ത സിറ്റുവേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 5 ക്ലാസ് വരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു. ശരിക്കും എത്ര ക്ലാസ്സസ് വേണം? ഇപ്പം നോർമലി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 and 15, മാക്സിമം 15, മിനിമം 6. അതാണ് ഒരു ഐഡിയൽ റേഞ്ച് നമ്മൾ പറയുന്നത്. ഐഡിയൽ നമ്പർ ഓഫ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അനാലിസിസ് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എത്രയാണ് നമ്മുടെ ക്ലാസ്സസ് വേണ്ടത്? അപ്പോൾ എത്ര വേണം? നോർമലി നമുക്ക് 6നും 15നും ഇടയിലുള്ള ക്ലാസ്സസ് ഉണ്ടാവുന്നതാണ് നല്ലത്. ഇൻ കേസ് വി ആർ യൂസിങ് ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ, നമ്മൾ ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവൽ എടുക്കുകയാണെങ്കിൽ ദെൻ നമ്പർ ഓഫ് ക്ലാസ്സസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ റേഞ്ച്. അപ്പോൾ റേഞ്ചിനെ എന്ത് ചെയ്യാം? ബൈ ദ സൈസ് ഓഫ് ക്ലാസ് ഇൻ്റർവൽ. നമ്മൾ ഈക്വൽ സൈസ്ഡ് ക്ലാസ് ഇൻ്റർവലാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈക്വൽ സൈസിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സൈസ് നമ്മൾ കണ്ടുപിടിച്ചു 1 ലാഖ്. അപ്പോൾ എത്ര ക്ലാസ്സസ് ഉണ്ടാവും? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ റേഞ്ച് എത്രയാണ്? 5 ലാഖ്. 5 ലാഖ് ഡിവൈഡ് ബൈ 1 ലാഖ് എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 5 ക്ലാസ്സസ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ 1 ലാഖ്. ഇനി എന്ത് ചെയ്തു? നെക്സ്റ്റ് വരുന്ന എന്താ? 1 ലാഖ് ടു 2 ലാഖ് അല്ലേ? ടു 2. നെക്സ്റ്റ് 2 ലാഖ് ടു 3 ലാഖ്, 3 ലാഖ് ടു 4 ലാഖ്, 4 ലാഖ് ടു 5 ലാഖ്. എത്ര ക്ലാസ്സസ് വന്നു? 5. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു? നമ്മുടെ റേഞ്ചിനെ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ യൂസിങ് ഈക്വൽ സൈസ് ക്ലാസ് ഇൻ്റർവൽ ദ നമ്പർ ഓഫ് ക്ലാസ്സസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ റേഞ്ച്. അപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ റേഞ്ച് കണ്ടുപിടിച്ചു. റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്മുടെ സൈസ് ഓഫ് ഇൻ്റർവൽ. അവിടെ റേഞ്ച് എത്രയായിരുന്നു? 5 ലാഖ് ആയിരുന്നു നമ്മുടെ റേഞ്ച്. സൈസ് എത്രയാണ് നമ്മൾ വിചാരിച്ച? 0 to 1 ലാഖ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് സൈസ് 1 ലാഖ് ആണ്. അപ്പോൾ ഇതിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 5. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ക്ലാസ്സസ് ഇത്രയും 5 ആണ്. അപ്പോൾ നമ്മൾ ഈക്വൽ സൈസ് ക്ലാസ് ഇൻ്റർവൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്മൾ തീരുമാനിച്ച സൈസ്. അത്രയും ക്ലാസ്സസ് നമുക്ക് ഉണ്ടാവും. ശരിക്കും എത്രയാണ് നമുക്ക് ക്ലാസ്സസ് വേണ്ടത്? 6 to 15ൻ്റെ ഇടയിലാണ് നമുക്ക് നോർമലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് നമ്മൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? നെക്സ്റ്റ്, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ഈച്ച് ക്ലാസ്? ഓരോ ക്ലാസ്സിൻ്റെയും സൈസ് എന്തായിരിക്കണം? Given the range of variable, we can determine the number of classes. Number of classes നമുക്ക് എങ്ങനെ divide the ones we decide the class interval. നമ്മൾ നേരത്തെ ക്ലാസ് ഇൻ്റർവൽ തീരുമാനിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എത്ര ക്ലാസ് വേണം തീരുമാനിച്ചു അല്ലേ? ഇത് രണ്ടും അപ്പോൾ കണക്റ്റഡ് അല്ലേ? സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇൻ്റർവൽ. ക്ലാസ് ഇൻ്റർവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര ക്ലാസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമുക്കിത് ഒന്ന് തീരുമാനിക്കാതെ മറ്റൊന്ന് തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നിക്കൽ എന്ത് ചെയ്യണം? എത്ര ക്ലാസ് വേണം തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് ഇൻ്റർവൽ എടുക്കണം.
അല്ലെങ്കിൽ ഇൻ്റർവൽ എത്ര വേണം തീരുമാനിച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ക്ലാസ് എടുക്കണം. അപ്പം ഇത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ റേഞ്ച് 5 lakh ആണ്. ഇപ്പോൾ 5 lakh റേഞ്ചിൽ ഞാൻ തീരുമാനിക്കുകയാണ് എനിക്കൊരു 5 ക്ലാസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ക്ലാസ് ഇൻ്റർവൽ എത്ര ആയിട്ട് വന്നു, 1 lakh ആയിരിക്കും അല്ലേ. ഇനി ഞാൻ തീരുമാനിക്കുന്നത് എത്ര ക്ലാസ് വേണമെന്നല്ല ഞാൻ തീരുമാനിച്ചു, എനിക്ക് എത്ര ഇൻ്റർവൽ വേണം തീരുമാനിച്ചു. ഇപ്പോൾ റേഞ്ച് ഡിവൈഡഡ് ബൈ എൻ്റെ ഇൻ്റർവൽ 1 lakh ആണെങ്കിൽ എനിക്ക് എത്ര ക്ലാസ് ഉണ്ടാവും, 5 ക്ലാസ്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അല്ലേ. ഒന്നിക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് എത്ര വേണം തീരുമാനിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇൻ്റർവൽ എത്ര വേണം തീരുമാനിക്കണം. അതിനനുസരിച്ചായിരിക്കും മറ്റേത് മാറിപ്പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സൈസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് നമ്മൾ കണ്ടുപിടിക്കണം, നമുക്ക് എത്ര ക്ലാസ് വേണം തീരുമാനിക്കണം. ഇപ്പോൾ ക്ലാസ് വേണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈസിലേക്ക് പോവാം. സൈസാണ് ആദ്യം തീരുമാനിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എത്ര ക്ലാസ് എത്ര ഇൻ്റർവൽ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വി കനോട്ട് ഡിസൈഡ് on one without deciding on the other. ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മറ്റതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ്, ഹൗ ഷുഡ് വി ഡിറ്റർമിൻ ദ ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ലിമിറ്റ് എങ്ങനെ തീരുമാനിക്കും? ക്ലാസ് ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അല്ലേ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, നമ്മുടെ കയ്യിൽ 2 ടൈപ്പ് ഓഫ് ക്ലാസ് ഇൻ്റർവൽസ് ഉണ്ട്, ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതൊന്നുകൂടി ഞാൻ പറയാം. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വാല്യൂ അത് ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് 1 and 9 ആണ്. അപ്പോൾ 1 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിലും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും, 9 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. അടുത്ത 10 to 19 ആണ്. അപ്പോൾ 10 എന്നുള്ള വാല്യൂവും അതിലായിരിക്കും, 19 എന്നുള്ള വാല്യൂവും അതിലായിരിക്കും. ഇനി ഇതിൽ നോക്കിക്കേ 1 to 10, 10 to 20. അപ്പോൾ 10 എന്നുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ 2 സ്ഥലത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ്ടേ. 2 സ്ഥലത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 10 എന്നുള്ള വാല്യൂ ഇവിടെയാണ് നമ്മൾ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഇവിടുന്ന് 10നെ നമ്മൾ എന്ത് ചെയ്യും, ഇട്ടിട്ടുണ്ടെങ്കിലും 10 എന്നുള്ള വാല്യൂ നമ്മൾ അവിടെ ചെയ്യില്ല രണ്ടാമത്തെ ക്ലാസ്. എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. അതാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് രണ്ടും നമ്മൾ അതിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ അത് റിപ്പീറ്റ് വരുന്നില്ല, നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ വേരിയബിൾ 9 എന്നുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓക്കെ അത് ഒന്നാമത്തെ ക്ലാസ്സിലാണ് വരുന്നത്. ഇനി ഇതിൽ നോക്കിക്കുക 10 എന്നുള്ള ഒരു വാല്യൂ നമ്മൾ വേരിയബിൾ ഉണ്ട്, നമ്മൾ ഏത് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം, രണ്ടിലും 10 കിടപ്പുണ്ട് അല്ലേ, കൺഫ്യൂഷൻ ആയില്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പറിനെ ഒഴിവാക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ഇതാണ് എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി എക്സ്ക്ലൂസീവ് ആൻഡ് ക്ലാസ് ഇൻ്റർവൽസിൽ നമുക്ക് എന്താണ് ക്ലാസ് ലിമിറ്റ് എങ്ങനെ തീരുമാനിക്കണം എന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ ലിമിറ്റ് എന്താണ്, ഇതിൽ 1 ഉം 10 ഉം ആണ്, ഇതിൽ 1 ഉം 9 ഉം ആണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്ക്ലൂസീവിൽ എന്താണ് 1 and 10 ആയിരുന്നു നമ്മുടെ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. ഇൻക്ലൂസീവിലാണെങ്കിൽ 1 and 9 ആയിരുന്നു നമ്മുടെ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. അപ്പം ഈ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ എടുക്കുകയാണെങ്കിൽ ഇൻ ദിസ് കേസ് വാല്യൂസ് ഈക്വൽ ടു ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞത്. എക്സ്ക്ലൂസീവിന് എന്താന്ന് പറഞ്ഞത്, an item equal to either upper or lower is excluded. either upper or lower എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, അപ്പർ ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് അടുത്തതിലേക്ക് എടുക്കുക, അതാണ് നമ്മൾ നോർമലി. ഇനി അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 10 എന്നുള്ളൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ലോവർ ലിമിറ്റിനാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് നോട്ട് വെച്ച് പറയണം. ബിക്കോസ് നോർമലി അസ്യൂം ചെയ്യുന്നത് നമ്മൾ അപ്പർ ലിമിറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നാണ്. അപ്പർ ലിമിറ്റിന് വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം, ലോവർ ലിമിറ്റിന് വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം. ബട്ട് നോർമലി നമ്മൾ ചെയ്യുന്നത് അപ്പർ ലിമിറ്റിനായിരിക്കും. അപ്പോൾ 2 ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇൻക്ലൂസീവ്, അതിലൊന്ന് എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ എക്സ്ക്ലൂസീവ് എന്ന് പറയും. അപ്പം നമ്മൾ ക്ലാസ് ലിമിറ്റ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, ക്ലാസ് ലിമിറ്റ് എങ്ങനെയാണ് പലതിൽ വരുന്നത് നമുക്ക് മനസ്സിലായി. അതെങ്ങനെ തീരുമാനിക്കുന്നു, ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂസീവ് എടുക്കാം എക്സ്ക്ലൂസീവ് എടുക്കാം. അപ്പം എന്താ ഡിസ്ക്രീറ്റ് വേരിയബിൾ, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസ് എടുക്കാൻ പറ്റില്ല, ഹോൾ നമ്പേഴ്സ് മാത്രം എടുക്കുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഹോൾ നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്ക്ലൂസീവും എടുക്കാം ഇൻക്ലൂസീവും എടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് 0 to 1 വേണമെങ്കിൽ എടുക്കാം, 0 to 9, 10 to എന്ന് പറഞ്ഞിട്ട് എടുക്കാം, അല്ലെങ്കിൽ 0 to 10, 10 to 20 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം.
അപ്പോൾ രണ്ട് ഓപ്ഷൻസും നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് വേരിയബിൾസ് വരുവാണെങ്കിൽ എന്തെടുക്കാനാണ് പറയുന്നത്? ഇൻക്ലൂസീവ് ആണ് ബെറ്റർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പോയിന്റ് വാല്യൂസ് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻക്ലൂസീവ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞാൽ, ബിക്കോസ് നമുക്ക് ക്ലാസ് ഇൻ്റർവലൊക്കെ ക്ലാസ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? എങ്ങനെയാണ് ക്ലാസ് ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ബട്ട് കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്ലൂസീവ് എടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈക്വൽ ആൻഡ് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവൽ. അതിൻ്റെ ഡിസിഷൻ നമ്മൾ എങ്ങനെ എടുത്തേ? 2 സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അൺഈക്വൽ എടുക്കണം എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ സമയത്തും നമുക്ക് ഈക്വൽ എടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ സോൾവ് ചെയ്ത് വെച്ചത് അല്ലേ? രണ്ടാമത്തെ ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് വി ഹാവ്? നമുക്ക് എത്ര ക്ലാസ്സസ് വേണം? നോർമലി 6 to 15 ആണ് അല്ലേ? അപ്പോൾ 6 to 15 ആണ് നമ്മൾ നോർമലി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. സൈസ് എങ്ങനെ കണ്ടുപിടിക്കും? സൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്നിക്കൽ സൈസും ഇൻ്റർവെല്ലും രണ്ടും എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ സൈസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവെൽ വരും, ഇൻ്റർവെൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ സൈസ് വരും. അപ്പോൾ ഏതെങ്കിലും ഒന്നിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർവെല്ലും സൈസും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഹൗ ഷുഡ് വി ഡിറ്റർമിൻ ക്ലാസ് ലിമിറ്റ്? ക്ലാസ് ലിമിറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഉണ്ട് അല്ലേ? ഇതിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ബോത്ത് ഇൻക്ലൂസീവ് എടുക്കാം, എക്സ്ക്ലൂസീവ് എടുക്കാം. ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കാനാണ് പറഞ്ഞത്? കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഇൻക്ലൂസീവ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടാലി മാർക്കൊക്കെ വെച്ചിട്ട് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ആകെ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സിറ്റുവേഷൻ എന്ന് ഓർക്കുക. ഇങ്ങനെ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഏതാ അതിൻ്റെ നേരെ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുപോലെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇതും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ ഓട്ടോമാറ്റിക്കലി കിട്ടിയല്ലേ? അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് നിങ്ങൾ ഓരോ ക്ലാസ്സിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ടൈം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു 2 പേജ് മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പറേഷനായി. ഇനി നമുക്ക് ബോർഡ് എക്സാമാണ് പറയുന്നെങ്കിലും എന്ത് ചെയ്തോ ഇതെല്ലാം കൂടി എഴുതി വരുമ്പോഴത്തേക്ക് ഒരു 10-15 പേജേ ഉണ്ടാവുള്ളൂ. നമ്മൾ മുഴുവൻ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? 1-2 ബുക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ നോട്ട്സ് മാത്രം ഒന്ന് എഴുതി വെക്കുക. ബുക്കൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എക്സാം ടൈമിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എക്സാമിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് തുറന്നു നോക്കി നമുക്ക് എന്താ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിലും ഈ നോട്ട്സ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്ട്? 5 ക്വസ്റ്റ്യൻ. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒന്നൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടൊക്കെ വരാം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ ടേംസ് നമ്മൾ ഇന്ന് പറഞ്ഞില്ലേ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ടേംസ് ഉണ്ടായിരുന്നു. ഈ ടേംസ് എപ്പോഴും തറവായിരിക്കണം. എന്നുവെച്ചാൽ നമുക്ക് ഇതിൽ എല്ലാ ചാപ്റ്റേഴ്സിലും ഇത് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അപ്പോൾ ഈ ടേംസ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അത് എവിടെയെങ്കിലും എഴുതി വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ലാംഗ്വേജിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ ഒരു വേർഡിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരു സെൻറ്റൻസിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സെൻറ്റൻസ് മാത്രം എഴുതി വെച്ച് വെക്കുക. അപ്പോൾ ഈ ടേംസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മുടെ ഈ 4 ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനേക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പോവാം. ശരി, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ബൈ ബൈ.